ഞാൻ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഹൈ സാർ, മോർണിംഗ്. അത് ജൂബി സാറ്, ജൂബി കുരുവിള സാറ്. സാറിന്റെ സ്വന്തം പ്രോപ്പർട്ടി ചെയ്ത് പെന്റഗൺ ഹോട്ടൽസ് അല്ലേ? ഹോട്ടൽ പെന്റഗൺ. ഇത് ഏറ്റുമാനൂരാണ്, കാരിത്താസ് ഹോസ്പിറ്റലിന് അടുത്താണ്. ഈ ഏരിയയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ലക്ഷൂറിയസ് ഹോട്ടലാണ്. ആൻഡ് കാലിക്കറ്റ് നോട്ട്ബുക്കിന്റെ റെസ്റ്റോറന്റ് ഉള്ളത്. എത്ര പേർക്ക് സാറേ? നമുക്ക് 160 ആൾക്കാർക്ക് അറ്റ് എ ടൈം ഡൈനിങ്ങിനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ആൻഡ് ദേ ആർ ഗോയിങ് ടു എക്സ്പാൻഡ് ഫർദർ ആൻഡ് ദേ ആർ പ്ലാനിങ് ടു ഹാവ് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കോഫി ഷോപ്പ് ഇൻ കോട്ടയം ഡിസ്ട്രിക്ട്. യൂണീക് കോഫി ഷോപ്പ്. അതും സാറിന് പ്ലാൻ ഉണ്ട്. സോ കൺഗ്രാലേഷൻ സാർ ഫോർ കൺസിഡറിംഗ് us as a giving us an opportunity to associate with you. No problem. Thank you so much. Thanks for coming. Of course, hopefully we will. സാറേ, ഞാനിപ്പോ വന്നിരിക്കുന്ന ഐ എം റെപ്രസെന്റിംഗ് യു ഓൾ ഹൈജീൻ. ആസ് യു നോ, സാറിന്റെ പ്രോപ്പർട്ടിയിൽ വന്നു. ഇറ്റ് ഇസ് എ ഗ്രേറ്റ് പ്ലഷർ ഫോർ us to honor you. അപ്പം സാറിന് ഇവിടുന്ന് വേണ്ട എന്നെ കൊണ്ട് ഔട്ട് ഓഫ് 10 years of my experience I have some knowledge which I would like to share with you. അപ്പൊ സാറിന് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നിൽ നിന്ന് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെ സാറിന് ഒരു പൊട്ടൻഷ്യൽ തലവേദന കാണുന്നുണ്ട്, അത് ദാറ്റ് ഐ വിൽ ട്രൈ ടു ഹെൽപ്പ് യു ഔട്ട് വിത്ത് ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ്. അതിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു പുതിയ പ്രോപ്പർട്ടി, പുതിയ ബിസിനസ് ആണ്. അപ്പോൾ ഹോട്ടൽ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഞങ്ങളുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ചെയ്യുന്ന ബിസിനസ്സിനൊക്കെ മാറ്റി ന്യൂ വെഞ്ചർ. അപ്പൊ അവിടെ നമുക്ക് അറിയാൻ മേലാത്ത ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അവിടെ ഒരു ഇൻഡസ്ട്രി എക്സ്പേർട്സുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഓരോ കാര്യം ചെയ്യുന്നത്. മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ സാറോട് പറയുന്ന ഒരു കാര്യം, നമുക്ക് ഒരു ബിസിനസ് ഓണർക്ക് 7 ഫംഗ്ഷൻസ് ഉള്ളത്. ഈ 7 ഫംഗ്ഷനിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് ദ ബേസിക് ഫണ്ടമെന്റൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് സാറ് മാത്രമേ ചെയ്യാവൂ. ദാറ്റ് ഷുഡ് ബി നോൺ ആസ് എ സ്ട്രാറ്റജിക് പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, ദെൻ ഫോർകാസ്റ്റിംഗ്. ഇത് മൂന്നും സാറിന്റെ കയ്യിലിരിക്കും. മനസ്സിലായില്ലേ? ഇത് ഒരിക്കലും പുറത്തൊരാളെ എംപ്ലോയി കൊണ്ട് ചെയ്യിക്കില്ല. ദിസ് ഇസ് ദ കോർ ഫംഗ്ഷൻ. ഇത് കഴിഞ്ഞാൽ വരുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സാറേ മാർക്കറ്റിംഗ് ആണ്. കാര്യം മാർക്കറ്റിംഗ്, സ്ട്രാറ്റജിക് പ്ലാനിങ്, റിക്രൂട്ട്മെന്റ് ആൻഡ് HR. ഇത് HR, ഫോർകാസ്റ്റിംഗ്. ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ സാറിന് സ്ലൈഡ് ഇട്ട് തരാം. ഞാൻ എൻ്റെ സ്റ്റാഫിനും ട്രെയിൻ ചെയ്ത സ്ലൈഡ് ഞാൻ സാറിന് ഇട്ട് തരാം. ഇത് മൂന്നും സാറിന്റെ കയ്യിൽ നിൽക്കും. ഇതൊരിക്കലും നമ്മൾ പുറത്ത് സ്റ്റാഫിന് കൊടുക്കില്ല. സ്റ്റാഫിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ പോകും. മനസ്സിലായില്ലേ സാറേ? അപ്പൊ അതുകൊണ്ട് മൈ റിക്വസ്റ്റ് ഈസ് ദീസ് 3 things. ദിസ് ഇസ് ദ ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫംഗ്ഷൻ. ഇറ്റ് ബി വിത്ത് യു ഓൺലി. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫണ്ടമെന്റൽ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എനി ഓർഗനൈസേഷൻ ഈസ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാറേ, നമ്മൾ പൊട്ടൻഷ്യൽ കസ്റ്റമറുടെ മൈൻഡിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക. മനസ്സിലായില്ലേ? അത് ആയിരിക്കണം ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റ് ഈസ് ദ ഒൺലി ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഈസ് ഗോയിങ് ടു പൊസിഷൻ അസ് ഇൻ ദ മാർക്കറ്റ്. സാറിന്റെ അടുത്ത കോറേജ് തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. പുതിയ മെനു കൊണ്ടുവരിക. മനസ്സിലായില്ലേ? പുതിയ ഐറ്റംസ് കൊണ്ടുവരിക. അങ്ങനെ സാറിന് ഇപ്പോൾ ഒരു ഗുണമുണ്ട്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് തന്നെ കൂടുതൽ സെല് ചെയ്യാൻ പറ്റും. സാറിന് പുതിയ കസ്റ്റമറെ ആകർഷിക്കാൻ പറ്റും. ശരിയല്ലേ സാർ? ഇത് കഴിഞ്ഞാൽ അടുത്ത വരുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സാറേ അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ്. ബിക്കോസ് യു ഹാവ് ടു ഗെറ്റ് എവറിത്തിങ് ഇൻ ആൻ ഓർഡർ. ദെൻ കംസ് ഓപ്പറേഷൻസ്, ഡേ ടു ഡേ ഓപ്പറേഷൻസ് അടുത്ത വരുന്ന ഡിപ്പാർട്ട്മെന്റ്. ഇത് കഴിഞ്ഞാൽ അടുത്ത വരുന്ന HR. അപ്പോൾ സാറിന് ഈ 7 ഫംഗ്ഷനകത്ത് ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഫണ്ടമെന്റൽ ഫംഗ്ഷൻ സാറ് ചെയ്യുന്നു. സെക്കൻഡറി ഫംഗ്ഷൻ അതായത് മാർക്കറ്റിംഗ് സാറിന്റെ സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിക്കുന്നു. സെയിൽസ് സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിക്കുന്നു. R&D സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിക്കുന്നു. ഫൈനാൻസ് സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിക്കുന്നു. ഓപ്പറേഷൻ സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിക്കുന്നു. HR ടീമിനെ കൊണ്ട് ചെയ്യിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം ഈ സാറ് ചെയ്യുന്ന ഫണ്ടമെന്റൽ ഉൾപ്പെടെ പ്ലസ് 6 ഫംഗ്ഷൻസ്. ഈ ഫംഗ്ഷൻസ് സാറിന്റെ കയ്യിൽ വേണം, ഒരിക്കലും പോലും. ഓക്കെ. നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ വി ഡോണ്ട് വാണ്ട് ടു കോംപ്രമൈസ് ഇൻ ദ ക്വാളിറ്റി, but we don't do spend too much of money. Okay. So സാറിന്റെ ഫസ്റ്റ് കൺസേൺ എനിക്ക് മനസ്സിലായത്, യു വാണ്ട് എവറിത്തിങ് എ പ്രീമിയം. Correct. അപ്പോൾ എന്നെ സംബന്ധിച്ച് സാറിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, ഐ ക്യാൻ ഹെൽപ്പ് യു ഇൻ ഗെറ്റിംഗ് ദ ബെസ്റ്റ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്. Okay. Which helps you to add profit in later stage or immediately. അല്ല, അന്ന് നിങ്ങളുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞിട്ട് ആഫ്റ്റർ അവർ ഫസ്റ്റ് ഇനീഷ്യൽ ഡിസ്കഷൻ വി ഗോട്ട് ഇംപ്രസ്ഡ് വിത്ത് യുവർ പ്രൊഡക്റ്റ് ആൻഡ് ദ പ്രസന്റേഷൻ. അപ്പം അതുകൊണ്ടാണ് വി ആസ്ക്ഡ് യു ടു കം ഡൗൺ ആൻഡ് ഇൻസ്പെക്ട് ദ സൈറ്റ് സോ ദാറ്റ് യു ക്യാൻ ഗൈഡ് us. Correct. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വി ആർ കോൺഫിഡൻറ്റ് ദാറ്റ് യു വിൽ ഗൈഡ് us properly. Absolutely. അതാണ് അതിന്റെ ബേസ്. ഒരു സിംഗിൾ വേർഡിൽ ഇഫ് ഐ വോണ്ട് ടു എക്സ്പ്ലെയിൻ. Thank you very much. Thank you. Thanks for your confidence. അപ്പോൾ അതുകൊണ്ട് സോ ദാറ്റ് വി ട്രസ്റ്റ് യു. Thank you, sir. Thanks for the trust. That's most important in business. So that you will not misguide us. Okay? Business is not one time. It is for a long time. And you are going to propose me elsewhere also. അതെ. അപ്പോൾ obviously I am going to today itself I am going to give another lead. Thank you very much, sir. Thanks. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ, അപ്പം നമുക്ക് വേണ്ടത് വെച്ചാൽ പ്രോപ്പർ ഗൈഡൻസ്. നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്താണ്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം,
അപ്പോൾ പക്ഷേ നമുക്ക് ചില സ്ഥാനത്ത് നമ്മൾ ഇഫ് യു വോണ്ട് ടു സ്പെൻഡ് ലിറ്റിൽ മോർ ഓൾസോ ബട്ട് അത് നമുക്ക് ലോങ് ടൈം റിലയബിൾ ആണെങ്കിൽ യു ആർ റെഡി ടു ഡു ദാറ്റ്. യു വാണ്ട് പ്രൊഡക്റ്റ് വിച്ച് ഷുഡ് ഡു ദ പർപ്പസ്. അതെ, ഇറ്റ് ഷുഡ് നോട്ട് ബി, അതായത് ഇപ്പം കൊതുവിനെ കൊല്ലാൻ വേണ്ടി റോക്കറ്റ് വാങ്ങിക്കേണ്ട കാര്യമില്ല. അത് കണക്കത്തെ ഒരു പ്രോഡക്റ്റ്. പിന്നെ അതിന് കൺസ്യൂമേഴ്സ് കുറവായിരിക്കും. അറ്റ് ദ സെയിം ടൈം നോബഡി ഷുഡ് കംപ്ലൈൻ ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു ഫെസിലിറ്റി. ഇതാണ് സാർ പറയുന്നത്. സോ വി ലുക്ക് ഇൻടു ഇറ്റ്. യെസ് സാറേ, നമുക്ക് ആദ്യമേ സാറിന്റെ പ്രോപ്പർട്ടിയിലെ എവിടെ നമുക്ക് പൾവറൈസർ എന്നുള്ള സാധനമുണ്ട്. അത് പുറത്ത് ഇത് കണക്കത്തെ ഒരു സിങ്ക് സെറ്റ് ചെയ്ത് വീടിന് പുറത്ത് പൾവറൈസർ അടിയിൽ കൊടുക്കും. വേസ്റ്റ് അതിനകത്തോട്ട് ഇടുക, അരഞ്ഞ് ഇത് വെള്ളം കണക്ക് പോകും. വേസ്റ്റ് മൊത്തം അതിനകത്ത് ചിരട്ട ഇടാൻ പാടില്ല, പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല, ഇരുമ്പ് ഇടാൻ പാടില്ല, ബാക്കി എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഇട്ടു. പിന്നെ നമുക്കൊരു വെറ്റ് ആൻഡ് ഡ്രൈ സ്പ്രേ മോപ്പ് ഉണ്ട്. അത് വേറെ ബക്കറ്റും വെള്ളമൊന്നുമില്ല. അതുമായിട്ട് ആൾക്കാർ വണ്ടടിക്കും, തൂത്തങ്ങ് പോരാ, അത്രേ ഉള്ളൂ. അവിടെ ഒന്നും കയറ്റാൻ പാടില്ല. ഓക്കെ, അതെല്ലായിടത്തും എൻ്റെ പ്രോപ്പർട്ടി. അത് അവിടെയൊന്നും വേണ്ട സാർ. അവിടെ ഞാൻ വേറെ സാധനം തരാം. അവിടെ സാറിന് വേറെ സാധനം തരാം. അവിടെ സാറേ നമ്മൾ ഈ ചൂലൊന്നുമായിട്ട് പോകാൻ പാടില്ല. അവിടെ നമുക്ക് ലോബി ഡസ്റ്റ്പാൻ എന്നൊരു സാധനമുണ്ട്, തഴുത്തുള്ള സാധനം, അതുകൊണ്ട് തൂത്തെടുക്കാം. ഇവിടെ സാറ് ഡെയിലി സാറിന് ഒരു 2 ഷെഡ്യൂളുകൾ ക്ലീനിങ്ങിന് വേണം. പിന്നെ വീക്ക്ലി 1 യു ഷുഡ് ഹാവ് എ ഡീപ് ക്ലീനിങ്. ഇല്ലെങ്കിൽ സാറേ ബാക്ടീരിയസ് കോളനൈസ് ചെയ്യും, സ്മെല്ല് വരും. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ സാറിന് ഈ ജനലുണ്ട്, അതൊക്കെ വളരെ അഡ്വാൻറ്റേജ് ആണ്. നല്ല എയറിയാണ്, അത് സമയം ലൈറ്റ് നല്ലപോലെ വരുന്നുണ്ട്. പിന്നെ സാറേ ഇത് സ്റ്റോർ. ഇവിടെ സാറിന് ഇത് കൂടാണ്ട് തന്നെ യു ഷുഡ് ഹാവ് 2 ഫ്ലൈ കാച്ചേഴ്സ്, 2 ഫ്ലൈ കാച്ചർ ഉണ്ട്. യു ഷുഡ് ബി ഹിയർ, somewhere here. അല്ലല്ല, ഫ്ലൈ കാച്ചർ. കാര്യം അവിടെ നിന്നാണ് ഒരു എൻട്രൻസ്. പിന്നെ സാർ ആ വശത്ത് എവിടെയെങ്കിലും ആ പാത്രം കഴിയുന്ന സ്ഥലമില്ലേ, അവിടെ എവിടെയെങ്കിലും ഒരെണ്ണം വെക്കണം. ഇത് 2 മതി. നമ്മുടെ വൈസ് പ്രസിഡന്റ് ഒക്കെ വരുമ്പോഴേ അവരുടെ സ്വീറ്റ് റൂം വിത്ത് കോൺഫറൻസ് ഹാളാണ്. മേക്ക് ദിസ് ആസ് ദാറ്റ്. കോട്ടയത്ത് ആർക്കും കാണാനില്ല. Big property, 7-star property, there is a suite room. So the vice president of a company, MD of a company who stay here, the meeting will happen here. മനസ്സിലായില്ലേ? പുള്ളിയുടെ താമസം എല്ലാം അവിടെ നടക്കും. പുള്ളി അങ്ങോട്ടും പോകണ്ട, ചെറിയ മീറ്റിംഗ്. അതൊരു ഐഡിയ. അപ്പൊ സാർ ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സാർ ഒരു പ്രൊജക്ട്, ഒരു TV കൊടുക്കണം. ടിവിയുടെ ഇവിടുന്ന് വയറ് സാറിന് വിത്തിട്ട് അവരുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പ്രൊജക്ട് ചെയ്യാനുള്ള വയറ് കൊടുക്കണം. ദിസ് ഇസ് എ സ്വീറ്റ് ബെഡ്റൂം വിത്ത് എ കോൺഫറൻസ് ഹാൾ, മിനി കോൺഫറൻസ്. This will fly like hotcake. These are new concepts, sir. മറ്റാരും ചെയ്യാത്ത കാര്യങ്ങളാണ്. And this you highlight. Partition കൊടുക്കുന്നു. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ വേണം. You have to keep a glass partition here. അത് ഇതിനോട് ചേർന്ന് നിൽക്കണം. ഒരെണ്ണം മതി. ഇങ്ങോട്ട് വരാതിരിക്കാൻ മതി. ഇവിടെ സാറിന് ഒരൊറ്റ ഇത് മതി. ഒരൊറ്റ സോപ്പ് ഡിസ്പെൻസർ മതി. പക്ഷെ അല്ല, ഇവിടെയും ഗ്ലാസ് വരുന്നുണ്ടല്ലോ സാറേ. സാർ ആ മൂലയ്ക്ക് കൊടുക്കും. ഗ്ലാസ് ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ഗ്ലാസിന്റെ വീതി കുറയും. അതായത് ഇവിടെ മുതൽ ഗ്ലാസ് കൊടുക്കണം, അവിടെ മുതൽ ഗ്ലാസ്. സാർ ഇവിടുന്ന് അല്ല, സാർ ഇവിടുന്ന് മിനിമം ഒരു 10 ഇഞ്ച് ഇവിടം വരെ വന്നാണ് ഗ്ലാസ്. അല്ലെങ്കിൽ ഈ മേട് വരെ മുട്ടുന്നില്ല, ആ ഗ്ലാസ് മൊത്തത്തെ മേളിലോട്ട് കയറ്റുക. ഓ, ദിസ് ഈസ് ഫലേഷ്യസ് സർ, ഒന്നും പറയുന്നില്ല. സാറേ, ഈ സ്മെല്ലിന്റെ കേസ് എന്താണെന്നറിയോ? സ്മെൽ വിൽ ഫീൽ only when you enter. After 5 minutes you will not feel smell. Correct. അപ്പൊ ആ ഒരു എൻട്രൻസിൽ ഒരു അപ്പീൽ കിട്ടിക്കഴിഞ്ഞാൽ പീപ്പിൾ വിൽ സേ ഇറ്റ് ഈസ് ഓസം. അത്രേ ഉള്ളൂ. ഷൂവിന്റെ ഒരു പോളിഷിംഗ് ഒരെണ്ണം മതി സാർ, ഒരെണ്ണം മതി. ലോബിയിൽ ഒരെണ്ണം മതി. പിന്നെ ലോബിയിൽ സാറിനൊരു ഇത് വേണം, ബെൽമാൻ ട്രോളി വേണം. പിന്നെ ലോബിയിൽ ഒരു ഡിസ്പ്ലേ ബോർഡ് വേണം. പിന്നെ സാറിന് ഈ ഇവിടെ ഫംഗ്ഷൻ നടക്കുന്നില്ലേ, ഇവിടെ പോസ്റ്റർ സ്റ്റാൻഡ് വേണം. ഈ ഓരോ ഹോളിന്റെ ഫ്രണ്ടിലും ഓരോ പോസ്റ്റർ സ്റ്റാൻഡ് വേണം. അത് സാറേ നമുക്ക് ഈ ഗോൾഡൻ ഫിനിഷ് 2 മതി. 2 താഴെ 3 അത്രയും മതി സാർ. തൊട്ടപ്പുറത്ത് ബോർഡ് റൂം ഉണ്ട്, തൊട്ടപ്പുറത്ത്. അവിടെയും യൂറിനെല്ലാം ഉണ്ട്, നമുക്ക് കാണാം സാർ.